നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിലെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒന്നാണ് രക്ഷ. ഇത് സംബന്ധിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന സുപ്രധാന സത്യങ്ങൾ വ്യക്തവും നിഷ്പക്ഷവുമായി ഈ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുകയാണ്. ആദ്യം എന്താണ് രക്ഷ എന്ന് വിശദീകരിക്കാം. രക്ഷ എന്ന പദവും അതിൻ്റെ ക്രിയാരൂപവും വിശുദ്ധ വേദപുസ്തകത്തിൽ ഭൗതികവും ആത്മികവുമായ തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഓരോ ഉദാഹരണങ്ങൾ തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഭൗതികമായതിന് ഒരു ഉദാഹരണം, ഉൽപ്പത്തി 45-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിലെ യോസേഫിൻ്റെ വാക്കുകൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. രക്ഷ എന്ന നാമവും അതിൻ്റെ ക്രിയാരൂപവും രണ്ടും നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ രക്ഷ എന്നത് ശാരീരികമായി മരിച്ചു പോകാതെ പ്രാണനെ രക്ഷിക്കുന്ന കാര്യമാണ്. ആകയാൽ ഇത് ശാരീരിക തലമാണ്. ഇനി ആത്മീകമായതിന് ഉദാഹരണം, 1 പത്രോസ് 1:9 വിശ്വാസത്തിൻ്റെ അവസാനമായ ദേഹികളുടെ രക്ഷ പ്രാപിക്കുന്നതുകൊണ്ട്. ദേഹികളുടെ രക്ഷ അല്ലെങ്കിൽ ആത്മാക്കളുടെ രക്ഷ ഇതെന്താണെന്നാണ് ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത്. ഇനി വിശദാംശങ്ങളിലേക്ക് തിരിയാം. മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് നമ്മുടെ പഠന വിഷയമായ രക്ഷ. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ഉണ്ട്. മരണത്തിന് വിശുദ്ധ വേദ പുസ്തക പ്രകാരം 3 വശങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. അതുകൊണ്ട് രക്ഷയ്ക്കുമുണ്ട് 3 വശങ്ങൾ അഥവാ 3 തലങ്ങൾ. മരണത്തിൻ്റെ 3 വശങ്ങളെ പരിഹരിക്കുന്നതാണ് രക്ഷയുടെ 3 വശങ്ങൾ. ഈ ക്ലാസ്സിൽ മരണത്തിൻ്റെ 1-ാമത്തെ വശമായ ആത്മിക മരണവും അതിൽ നിന്നുള്ള രക്ഷയും മാത്രമാണ് പഠിക്കുക. മരണത്തിൻ്റെ 1-ാമത്തെ വശം അത് ആത്മികമായ മരണമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് ഏദൻ തോട്ടത്തിലാണ്. അതിൽ വസിച്ച് ജീവിച്ചിരിക്കേണ്ടതിനുള്ള വ്യവസ്ഥ സംബന്ധിച്ച് ദൈവം മനുഷ്യനോട് ഇപ്രകാരം അരുളി ചെയ്തു: തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ആദ്യ ഭാഗം ഒരു കൽപ്പനയാണ്. അത് ലംഘിച്ചാൽ പരിണത ഫലം എന്താണ് എന്നാണ് അടുത്ത ഭാഗം പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില പാഠങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. 1, ദൈവം മനുഷ്യനെ എന്തും ചെയ്യുവാൻ അനുവാദമുള്ളവനായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച് ദൈവേഷ്ടം. 2, മനുഷ്യനെ ജീവനോടെ നിലനിർത്തുവാനും മരണവിധേയനാക്കുവാനുമുള്ള കഴിവും അധികാരവും ദൈവത്തിനുണ്ട്. ദൈവം സ്രഷ്ടാവാണല്ലോ. ദൈവത്തെ വിശ്വസിച്ച് അനുസരിക്കാത്തവരെ തൻ്റെ നന്മകൾ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അനുസരിക്കാത്തവരെ ദൈവം ശിക്ഷിക്കുന്നു. ആ ശിക്ഷയാണ് മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ഏദനിലെ മരണം ഏതായിരുന്നു എന്ന് നമുക്ക് ഇനി ചിന്തിക്കാം. ദൈവം ഏദനിൽ വെച്ച് ആദാമിനോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നിട്ടും ആദാം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിന് ഫലം തിന്ന നാളിൽ ശാരീരികമായി മരിച്ചില്ല. അതേസമയം ദൈവം കള്ളം പറയുന്നവനുമല്ല എന്ന് നമുക്കറിയാം. ആകയാൽ ഏതായിരുന്നു ആ മരണം? ഇത് കണ്ടെത്തുവാനായിട്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് സൂചനകൾ ലഭിക്കും. പഴയ നിയമത്തിൽ നിന്ന് സങ്കീർത്തനം 80-ന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 17, നിന്റെ കൈ വലത്ത് ഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. 18, എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. 19, സൈന്യങ്ങളുടെ യഹോവയെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണം. 17-ാം വാക്യത്തിലെ
ദൈവത്തിൻ്റെ വലത്തുഭാഗത്തെ പുരുഷൻ, ദൈവം തനിക്കായി വളർത്തിയ മനുഷ്യപുത്രൻ, അത് യേശു ക്രിസ്തുവാണ്. നിന്റെ കൈ അവൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഞങ്ങൾക്ക് പകരക്കാരനായി ദൈവമേ അവനെ പ്രായശ്ചിത്തമാക്കണമേ എന്നാണ്. തുടർന്ന് ആസാഫ് ദൈവാത്മാവിൽ 18-19 വാക്യങ്ങളിൽ സമ്മതിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും ജീവിപ്പിക്കപ്പെടൽ, രക്ഷിക്കപ്പെടൽ, യഥാസ്ഥാനപ്പെടൽ, പിന്മാറാതെ നിലനിൽക്കൽ എന്നൊക്കെയാണ്. 18-ാം വാക്യത്തിലെ തൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ആസാഫ് ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്, അവർ അപ്പോൾ ശാരീരികമായി മരിച്ചവർ ആയിരുന്നില്ല. എങ്കിൽ പിന്നെ അവരുടെ മരണം ഏതായിരുന്നു? ആ അപേക്ഷയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന സത്യങ്ങൾ ഇവയാണ്: അവർ ദൈവത്തെ വിട്ട് പിന്മാറിയവരായിരുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവരായിരുന്നു, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു യഥാസ്ഥാനപ്പെടൽ ആവശ്യമുള്ളവർ ആയിരുന്നു. അതുകൊണ്ട് ഹൃദയം കൊണ്ട് പിന്മാറിയ അവരുടെ ആ അവസ്ഥയായിരുന്നു മരിച്ച അവസ്ഥ. അത് ആത്മീകമായ ഒരവസ്ഥയാണ്. ഇനി സ്വയമായി തിരിച്ചു വരുവാൻ അവർക്ക് കഴിയുകയില്ലായിരുന്നു. കാരണം മരണം പോലെയുള്ള ഒരവസ്ഥയായിരുന്നു ഹൃദയം കൊണ്ട് പിന്മാറി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെയുള്ള ജീവിതം. അതുകൊണ്ടാണ് ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എന്ന് അവർക്ക് വേണ്ടി ആസാഫ് അപേക്ഷിച്ച് പറയുന്നത്. ഇനി ദൈവം ജീവിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിക്കാം. മനുഷ്യൻ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടും. ദൈവം ജീവിപ്പിച്ചാൽ മനുഷ്യൻ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടും, രക്ഷിക്കപ്പെടും, ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങും. അതിൽ നിന്ന് പിന്നെ പിന്മാറാതെ ഇരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:37 വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:88 നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ, ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും എന്ന് അപേക്ഷിച്ചിരിക്കുന്നത്. വ്യാജത്തെ നോക്കിയുള്ള, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാത്ത, ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കാത്ത ജീവിതം മരിച്ച അവസ്ഥ ആയതുകൊണ്ടാണ് എന്നെ ജീവിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഉയരുന്നത്. മരിച്ച അവസ്ഥയിൽ നിന്നും സ്വയം രക്ഷിക്കുവാനാകാത്തത് കൊണ്ടാണ് ജീവിപ്പിക്കണമേ എന്ന് യാചിക്കുന്നത്. ഈ മരണമാണ് ഏദനിൽ സംഭവിച്ചത്. ഇനി പുതിയ നിയമത്തിൽ നിന്നുള്ള തെളിവ്. എഫേസ്യർ 2:1 നാം വായിക്കുന്നു: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫെസോസിലെ വിശ്വാസികളാകുന്നതിന് മുമ്പ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ മരണം ശാരീരിക മരണമല്ലായിരുന്നു. അതിനുള്ള കാരണങ്ങൾ താഴെ ഞാൻ പറയുകയാണ്. 1, 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും നടന്നു എന്ന് വെച്ചാൽ അതിക്രമങ്ങളും പാപങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നാണ് അർത്ഥം. ശാരീരികമായി മരിച്ചവർക്ക് അതിക്രമങ്ങളും പാപങ്ങളും ചെയ്യുവാനാകുമോ? ഇല്ല. അതുകൊണ്ട് 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും ഉള്ള മരണം ശാരീരിക മരണം അല്ല. രണ്ടാമത്തെ തെളിവ്, 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് എഫെസോസിലെ വിശ്വാസികളാകുന്നതിന് മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസൃതമായി നടന്നു എന്ന് പറയുന്നുണ്ട്. ശാരീരികമായി മരിച്ചവർക്ക് ആരെയെങ്കിലും അനുകരിക്കുവാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലുള്ള മരണം ശാരീരിക മരണമല്ല എന്ന് വീണ്ടും നമുക്ക് തെളിവ് ലഭിക്കുന്നു. 3-ാമത്തെ തെളിവ്, 2-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് അനുസരണക്കേടിൻ്റെ പുത്രന്മാരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആത്മാവായ വായുവിൻ്റെ അധികാരത്തിൻ്റെ അധിപതിയെ അഥവാ സാത്താനെ അനുസരിച്ച് നടന്നു എന്ന് വായിക്കുന്നു. ശാരീരികമായി മരിച്ചവർക്ക് ആരെങ്കിലും അനുസരിച്ച് നടക്കുവാൻ കഴിയുമോ? ഇല്ല. എന്നാൽ എഫെസോസിലെ വിശ്വാസികൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന സമയത്ത് സാത്താനെ അനുസരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും അതിക്രമങ്ങളാലും പാപങ്ങളാലും ഉള്ള മരണം ശാരീരിക മരണമല്ല
എന്ന് തെളിയുന്നു. 4 എഫേഷ്യൻസ് 2:3 അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. ശാരീരികമായി മരിച്ചവർക്ക് ജഡമോഹമുണ്ടോ? ഇല്ല. ആകയാൽ വീണ്ടും അതിക്രമങ്ങളാലും പാപങ്ങളാലും ഉള്ള മരണം ശാരീരിക മരണമല്ല എന്ന് തെളിയുന്നു. സത്യത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥ ആത്മീകമായി മരിച്ച ഒരവസ്ഥയാണ്. ഇതുവരെ കണ്ട വസ്തുതകളുടെ വെളിച്ചത്തിൽ ദൈവത്തെ അനുസരിക്കാതെ സാത്താനെ അനുസരിച്ചും ജഡമോഹങ്ങളിൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥ, അല്ലെങ്കിൽ ആത്മീയമായി മരിച്ച അവസ്ഥ. അതായത് ഒരുവൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ ആത്മീകമായി ജീവിക്കുന്നു. ഒരുവൻ ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ ആത്മീകമായി മരിച്ചവനാകുന്നു. ഈ കാരണത്താലാണ് എബ്രായർ 6:1, 9:14 എന്നീ വാക്യങ്ങളിൽ അനുസരണക്കേടിൻ്റെ പ്രവൃത്തികളെ നിർജീവ പ്രവൃത്തികൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഡെഡ് വർക്ക്സ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നു നമുക്ക് കാണാം. ലൂക്കോസ് 15-ാം അധ്യായത്തിലെ ധൂർത്തുപുത്രൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ശേഷം തൻ്റെ പിതാവ് പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു എന്നാണ്. അവൻ ശാരീരികമായി മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല, പകരം അവൻ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുകയായിരുന്നു. അതാണ് വചനപ്രകാരമുള്ള ആത്മീകമായി മരിച്ച അവസ്ഥ. ആ മരണത്തിലേക്ക് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് പിന്മാറി അനുസരണക്കേടിലൂടെ അവൻ കടന്നു. ഇത് തന്നെയാണ് ഏദനിലും സംഭവിച്ചത്. സാത്താനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ ആദം ആത്മീകമായി മരിച്ചവനായി. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുവാനുള്ള ജീവൻ അഥവാ കഴിവ് അന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടു. അതായിരുന്നു ആത്മീകമായ മരണം. മരിച്ചവന് സ്വയം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യമല്ലാത്തതുപോലെ ആദാമും സന്തതികളും ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം തിരിച്ചു വരുവാൻ കഴിവില്ലാത്തവരായി. ഈ കഴിവില്ലായ്മയാണ് റോമർ 8:8 ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ സോ ദെൻ ദോസ് ഹു ആർ ഇൻ ദ ഫ്ലെഷ് കനോട്ട് പ്ലീസ് ഗോഡ്. ആകയാൽ മാംസത്തിലുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇതാണ് ആത്മീകമായി മരിച്ച അവസ്ഥ. ഇതാണ് മരണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം. ആകയാൽ രക്ഷയുടെ ആദ്യത്തെ ഘട്ടം ഇതിനെ പരിഹരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സ്വയം ജീവനിലേക്ക് തിരിച്ചു വരുവാൻ കഴിവില്ലാത്തവരായി തീർന്നത് കൊണ്ടാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അഥവാ രക്ഷിക്കൽ ആവശ്യമായി വരുന്നത്. ദൈവം ജീവൻ നൽകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് ഇനി ചിന്തിക്കാം. രക്ഷയുടെ ഭാഗമായി ദൈവം ആദ്യം ജീവൻ നൽകുന്നത് ആത്മാവിനാണ്. അതുകൊണ്ടാണ് രക്ഷയുടെ ഈ ഭാഗത്തെ ആത്മാവിൻ്റെ രക്ഷ എന്ന് വിളിക്കുന്നത്. ദൈവം ഈ ഘട്ടത്തിൽ ശരീരത്തെ രക്ഷിക്കുന്നില്ല, ശരീരത്തെ ജീവിപ്പിക്കുന്നില്ല, ആത്മാവിനെ മാത്രമാണ് രക്ഷിക്കുന്നത് അഥവാ ജീവിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ രക്ഷയാണ് എഫേസ്യർ 2 പറഞ്ഞിരിക്കുന്ന രക്ഷ. ദൈവം ആത്മാവിന് ജീവൻ നൽകുമ്പോൾ ആത്മാവ് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിവുള്ളതായി തീരുന്നു. എന്നാൽ ശരീരം മരിച്ചതായി തന്നെ തുടരുന്നു, അഥവാ ദൈവത്തെ സ്വയം അനുസരിക്കുവാൻ കഴിവില്ലാത്തതായിട്ട് തുടരുന്നു. റോമർ 8:10 ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എങ്കിലോ ശരീരം യഥാർത്ഥത്തിൽ പാപം നിമിത്തം മരിച്ചതാകുന്നു എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളത് ആകുന്നു. ഇതാണ് കൃത്യമായ റോമർ 8:10 തർജ്ജമ. ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ബോഡി ഈസ് ഡെഡ് ബിക്കോസ് ഓഫ് സിൻ ബട്ട് ദ സ്പിരിറ്റ് ഈസ് അലൈവ് ബിക്കോസ് ഓഫ് റൈച്ചസ്നസ്. ആകയാൽ ക്രിസ്തു നമ്മിൽ വന്ന ശേഷവും ശരീരം ആത്മീകമായി മരിച്ചതായി തന്നെ തുടരുന്നു. ഇനി ജീവൻ പ്രാപിച്ചതിൻ്റെ ലക്ഷണം സംബന്ധിച്ച് പറയാം. ദൈവം മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ജീവൻ ലഭിക്കുമ്പോൾ ഒരുവൻ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരം ആത്മാവിൽ അഥവാ ഹൃദയത്തിലാണല്ലോ സംഭവിക്കുന്നത്. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അതും ആത്മാവിൽ സംബന്ധിക്കുന്നതാണ്. അനുസരണക്കേടിന്റെ മക്കൾ രൂപാന്തരപ്പെട്ട് അനുസരണത്തിന്റെ മക്കളായിട്ട് തീരുന്നു. സാത്താനെ വിശ്വസിച്ച് അനുസരിക്കുന്നതിന് പകരം അവർ ദൈവത്തെ വിശ്വസിച്ച് അനുസരിക്കുന്നവരായി തീരുന്നു. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ മാനിച്ച് ജീവിക്കുന്നവരായി തീരുന്നു. ജഡമോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായി തീരുന്നു.
ഇതൊക്കെയാണ് ആത്മാവിൻ്റെ രക്ഷയുടെ ഫലങ്ങൾ, രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണങ്ങൾ. അവർ സ്നാനപ്പെടും, അവർക്കതിന് മടിയുണ്ടാവുകയില്ല. കർത്താവിൻ്റെ ഓരോ കൽപ്പനയും അവർ സന്തോഷത്തോടെ അനുസരിച്ച് ജീവിക്കും. അടുത്തതായി, ശരീരം മരിച്ചതായിരിക്കെ അനുസരണം എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. റോമർ 8:11 ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്. എന്നാൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിലോ, ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യമായ ശരീരങ്ങളെ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവ് വഴിയായിട്ട് ജീവിപ്പിക്കും. ഇവിടെ ക്രിസ്തുയേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യമായ ശരീരങ്ങളെ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവ് വഴിയായിട്ട് ജീവിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ശരീരത്തിന്റെ ഉയർപ്പല്ല. കർത്താവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കുവാൻ പോകുന്ന ശരീരത്തിന്റെ ഉയർപ്പല്ല. അത് മുൻപിൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ സന്ദർഭം മനസ്സിലാകും. അതിനനുസൃതമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യം ഇതാണ്: നാം ദൈവത്തെ അനുസരിക്കേണ്ട ഓരോ സന്ദർഭത്തിലും നമ്മിൽ വസിക്കുന്ന യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മീകമായി മരിച്ച ശരീരങ്ങളെ ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം ജീവിപ്പിക്കും. ഇതുകൊണ്ടാണ് റോമർ 8:13 അതുകൊണ്ട് നിങ്ങൾ മാംസത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുവാൻ പോകുന്നു, എന്നാൽ നിങ്ങൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനപ്രകാരം 2 സാധ്യതകളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ളത്. ഒന്നുകിൽ അവൻ മാംസത്തെ അഥവാ ജഡത്തെ അനുസരിച്ച് ജീവിക്കും, അല്ല എങ്കിൽ അവൻ ശരീരത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കും. ഒരുവൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് ശുഭലക്ഷണമല്ല. അവന്റെ ആത്മാവ് ജീവിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാകാം അത്. അതുകൊണ്ടാണ് റോമർ 8:13 മാംസത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർ മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ മാംസത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ നടത്തപ്പെടുന്നില്ല എന്നും അത് ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വസിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാകാം എന്നുമാണ് വചനം പറയുന്നത്. ഒരുവന് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ല എങ്കിലോ അവൻ അവൻ്റെ അല്ല ആകുന്നത് എന്ന് റോമർ 8:8 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ല എന്ന് വരാം എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. അവർ ഒടുവിൽ യാത്ര ചെയ്ത് രണ്ടാം മരണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇതാണ് മാംസത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവൻ മരിക്കുവാൻ പോകുന്നു എന്ന പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരുവൻ ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് നല്ല ലക്ഷണമാണ്. അവർ ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ആകയാൽ ദൈവമക്കളാകുന്നു എന്നുമുള്ളതിൻ്റെ ലക്ഷണമാണ് അത്. ഇതാണ് റോമർ 8:14 എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര പേരാണോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ അത്രയും പേർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ ആകുന്നു. ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മരിപ്പിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമാറാക്കുക എന്നാണ് അർത്ഥം. ആകയാൽ അത് അവർ രക്ഷിക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ തെളിവാകുന്നു. അതുകൊണ്ട് അനുസരണ ജീവിതം നയിക്കുവാൻ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അത് രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണമാകുന്നു. നാം ആത്മീകമായി ജീവിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം ആകുന്നു. രക്ഷയ്ക്കായുള്ള ജീവിപ്പിക്കൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് അടുത്തായിട്ട് പറയാം. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 5:25 സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു നാഴിക വരുന്നു, അത് ഇപ്പോഴും ആകുന്നു. അപ്പോൾ മരിച്ചവർ ദൈവത്തിൻ്റെ പുത്രന്റെ ശബ്ദം കേൾക്കുകയും കേട്ടവർ ജീവിക്കുകയും ചെയ്യും. മരിച്ചവർ ദൈവത്തിൻ്റെ പുത്രന്റെ ശബ്ദം കേൾക്കുകയും കേട്ടവർ ജീവിക്കുകയും ചെയ്യും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുവാനുള്ളതല്ല. അത് കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ആ നാഴികയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. തുടർന്ന് ഭാവിയിലും സംഭവിക്കുവാൻ ഇരുന്നതാണ്. അതുകൊണ്ട് ഇന്നും സംഭവിക്കുന്നു. ഇതാണ് ഒരു നാഴിക വരുന്നു, അത് ഇപ്പോഴുമാകുന്നു എന്ന വാക്കുകളുടെ അർത്ഥം. ഇതിന് തെളിവായി ഇതേ പ്രയോഗമുള്ള മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. യോഹന്നാൻ 4:23 നേരെ മറിച്ച് ഒരു നാഴിക വരുന്നു, അത് ഇപ്പോഴുമാകുന്നു. അപ്പോൾ സത്യവാന്മാരായ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന കാര്യം കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ സത്യം നാം എല്ലാവരും അംഗീകരിക്കുന്നതുമാകുന്നു. ഈ കാലയളവിനെയാണ് ഒരു നാഴിക വരുന്നു, അത് ഇപ്പോഴും ആകുന്നു എന്ന വാക്കുകളാൽ
സൂചിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് മരിച്ച ലാസറിനെ വിളിച്ചപ്പോൾ അവൻ ജീവിച്ചെഴുന്നേറ്റ് വന്നതുപോലെയാണ് ആത്മാവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിലും സംഭവിക്കുന്നത്. ഒന്ന് ശരീരത്തിൻ്റെ ഉയർപ്പ്, ഇത് ആത്മാവിൻ്റെ ഉയർപ്പ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. കർത്താവ് മരിച്ച ലാസറിനെ വിളിച്ചപ്പോൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അവൻ വിളി കേൾക്കുവാൻ തക്കവണ്ണം അവനെ ജീവിപ്പിച്ചു. അതുപോലെ ആത്മീകമായി ഉയർപ്പിനോടുള്ള ബന്ധത്തിലും സംഭവിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10:27 പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വിളിക്കുമ്പോൾ അവൻ അവരെ ജീവിപ്പിക്കുകയും അതുകൊണ്ട് അവർ അവൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു, അവ തന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയെ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവ് തൻ്റെ ആടുകളെ അറിയുന്നു. അതുകൊണ്ട് താൻ തൻ്റെ ആടുകളെ ആകുന്നു ജീവിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ജീവിപ്പിക്കാത്തത്? പിതാവ് അവരെ പുത്രന് നൽകിയിട്ടില്ല, അതുകൊണ്ടാണ്. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേൽ അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ എന്നാണ് യോഹന്നാൻ 17:2 പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവപുത്രൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ആകയാൽ കർത്താവ് ജീവിപ്പിക്കാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. ജീവൻ പ്രാപിച്ചതിൻ്റെ ലക്ഷണമാണ് മാനസാന്തരവും വിശ്വാസവും. ഈ സത്യം പഴയ നിയമത്തിലെ ഒരു വചനം വഴിയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. യെഹെസ്കേൽ 36:26-27 വാക്യങ്ങൾ: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇവിടെ മരിച്ച ഹൃദയം എന്ന് പറയുന്നതിന് പകരം കല്ലായുള്ള ഹൃദയം എന്ന് പറയുന്നുവെന്നേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടും ഒന്ന് തന്നെയാണ്. കല്ല് ജീവനില്ലാത്ത വസ്തു, അതുകൊണ്ട് കല്ല് ആരെയും കേട്ടനുസരിക്കുന്നില്ല, അതിന് കഴിയുകയുമില്ല. അതുപോലെ മരിച്ച ഹൃദയവും ദൈവത്തെ കേട്ടനുസരിക്കുന്നില്ല, അതിന് കഴിയുകയുമില്ല. അതുകൊണ്ട് ദൈവം ആദ്യം അതിന് ജീവൻ നൽകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യൻ്റെ ഉള്ളിലാക്കുന്നതിലൂടെ എന്നാണ് നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കുമ്പോഴാണ് കല്ലായുള്ള ഹൃദയം മാറി മാംസമായുള്ള ഹൃദയം ഉണ്ടാകുന്നത്, മരിച്ച ഹൃദയം മാറി ജീവനുള്ള ഹൃദയം ഉണ്ടാകുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മെ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു എന്ന യോഹന്നാന്റെ സുവിശേഷം 6:63 കർത്താവിൻ്റെ വാക്കുകൾ ഓർക്കുന്നത് ഈ സാഹചര്യത്തിൽ നല്ലതാണ്. ആകയാൽ ഈ വിലയേറിയ രക്ഷപ്രതി നാം നമ്മുടെ രക്ഷകനെ എത്രമാത്രം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി കരയറ്റുകയും വേണം. നമുക്കത് ചെയ്യാം. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.